എല്ലാവർക്കും നമസ്കാരം. പലരും എനിക്ക് മെസ്സഞ്ചറിൽ മെസ്സേജിലൊക്കെ അയക്കാറുണ്ട് ഡൗട്ടുകൾ. എന്താണ്, എങ്ങനെയാണ് വണ്ണം കുറയ്ക്കുക, എന്തൊക്കെ നമ്മൾ ചെയ്യണം, കുറേ എക്സ്പെൻസീവ് ആണോ, ഡയറ്റ് മാത്രം ഒന്ന് തരാമോ, അല്ലെങ്കിൽ വെയിറ്റ് ലോസ് ഡ്രിങ്ക് മാത്രം ഒന്ന് തരാമോ? അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല കേട്ടോ. നിങ്ങൾ ഡയറ്റ് എക്സ്പെൻസീവ് ഒന്നുമല്ല. നമ്മുടെ ഒരു മലയാളി കിച്ചൺ, കേരള കിച്ചണിൽ ഉള്ള ഫുഡ് തന്നെയാണ് നമ്മൾ കഴിക്കുക. കുഴപ്പമൊന്നുമില്ല. പക്ഷേ പോർഷൻ കൺട്രോളും വേണം. ചില സാധനങ്ങൾ അവോയ്ഡ് ചെയ്യുകയും ചെയ്യണം, നല്ലതാണ് കേട്ടോ. പ്ലസ് ടൈമിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് വെയിറ്റ് ലോസിനും ഹെൽത്തിനും വേണ്ടി. രാത്രിയിലത്തെ ടൈമിങ് ഭയങ്കരമായിട്ട് ലേറ്റായിട്ടാണ് ആൾക്കാർ ബേസിക്കലി നമ്മളെല്ലാവരും കഴിക്കണേ. അത് നന്നായിട്ടൊന്ന് കയറ്റിപ്പിടും. ഒറ്റയടിക്ക് കയറ്റിപ്പിടിക്കാനല്ല പറയണേ. അരമണിക്കൂർ ഏർലി കഴിക്കുക, പിന്നെ അരമണിക്കൂർ, അങ്ങനെ പയ്യെ നിങ്ങൾ ഏർലിയൊക്കെ ആയിട്ട് വരുത്തണം. അന്നേരം നിങ്ങൾക്ക് കുറേ വ്യത്യാസങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. നല്ല സ്ലീപ്പ് കിട്ടും, ഡൈജഷൻ പ്രോപ്പറായിരിക്കും, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ഞാൻ പറയണത് ഷുഗർ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് ഇടയ്ക്ക് ഷുഗർ കഴിക്കണമെന്ന് തോന്നിയാൽ ഡേറ്റ്സ് അങ്ങനെയൊക്കെ കഴിക്കാം കേട്ടോ. അല്ലാതെ ഹണി നമുക്ക് ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് എത്രമാത്രം വിശ്വസിക്കാൻ പറ്റുമെന്നൊന്നും നമുക്ക് ഉറപ്പൊന്നുമില്ല. അതുകൊണ്ട് ഡേറ്റ്സ് ആണെങ്കിൽ പിന്നെ ഒരു ആശ്വാസമുണ്ട്. അന്നേരം ഇടയ്ക്ക് നിങ്ങൾക്ക് ഷുഗർ കഴിക്കണം എന്നൊക്കെ തോന്നിയാൽ നിങ്ങൾക്ക് ഡേറ്റ്സ് കഴിക്കാം കേട്ടോ, അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ സ്നാക്സ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടല്ലോ, അതാണ് പിന്നെ ശ്രദ്ധിക്കേണ്ടത്. നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് നമുക്കൊന്നും കാണിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് സ്നാക്സ് കഴിക്കാൻ തോന്നും. അത് വിശന്നിട്ടൊന്നുമല്ല, നമ്മുടെ ഒരു ഹാബിറ്റായിപ്പോയി. അന്നേരം നമ്മൾ എന്ത് ചെയ്യണം, ഗ്രീൻ പീസ് ഇങ്ങനെ ഡ്രൈ ആയിട്ടൊക്കെ നമുക്ക് കിട്ടില്ലേ സ്നാക്സ് ആയിട്ട്, അത് കഴിക്കാം. അങ്ങനത്തെ എന്തെങ്കിലും ഹെൽത്തി ആയിട്ടുള്ള വേർഷൻ. പിന്നെ അങ്ങനത്തെ ഈ പീസസ് തന്നെ പല ഫോംസിൽ നമുക്ക് കിട്ടില്ലേ, അതൊക്കെ ഒന്ന് കുറച്ച് ഞാനെപ്പോഴും ഹാൻഡ് ബാഗിൽ അങ്ങനെ ഇട്ട് വെക്കും കേട്ടോ. അന്നേരം പുറത്തൊക്കെ പോയാലും നമുക്ക് ഇടയ്ക്കൊന്ന് വായിലിടണമെന്ന് പറഞ്ഞാൽ വായിലിടാൻ പറ്റും. അങ്ങനെ ചെയ്യാം. പിന്നെ കുക്കമ്പർ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറ്റുക. അന്നേരം വെള്ളവും കിട്ടും, ഡൈജഷനും നല്ലതായിരിക്കും. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ആദ്യമൊക്കെ ഞാൻ ഇങ്ങനെ ചെറിയ പ്ലേറ്റ് എടുക്കുമായിരുന്നു. അന്നേരം അതിനകത്ത് ഇടുമ്പോഴേക്കും നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ, ഫുള്ളി ഞാൻ കഴിച്ചു, കുറേ കഴിക്കാൻ പറ്റി എന്നൊക്കെ ഒരു തോന്നൽ വരും കേട്ടോ. ഇപ്പം അങ്ങനെയല്ല, നമ്മളങ്ങ് ഒരുവിധമായി വന്നുകൊണ്ട് നമുക്ക് വലിയ പ്ലേറ്റിലും കുറച്ച് കാണിച്ചാൽ മതി, നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. വെള്ളം കുടിക്കുക. പിന്നെ ഏറ്റവും പ്രധാനം, പ്രത്യേകിച്ച് നമ്മളെ പുറം രാജ്യങ്ങൾക്കുള്ള ഏറ്റവും വലിയ പ്രോബ്ലം ലേറ്റ് സ്ലീപ്പ്. അത് നമ്മുടെ ജീവിതത്തിലെ പല പ്രശ്നം, വെയിറ്റ് ലോസിനെ ബാധിക്കും, നമ്മുടെ ഹെൽത്തിനെ ബാധിക്കും, ഹെയർ ഫോളിനെ ബാധിക്കും, സ്കിന്നിനെ ബാധിക്കും. പല തരത്തിൽ അത് എഫക്റ്റ് ചെയ്യും, പല രോഗങ്ങൾക്കും കാര്യമാവും. അന്നേരം നിങ്ങൾ സ്ലീപ്പ് കമ്പൽസറി ആയിട്ട് സ്ലീപ്പ് പ്രോപ്പറായിട്ട് എടുക്കാനായിട്ട് ശ്രമിക്കുക. അത് ഇല്ലാതെ ഒരു രക്ഷയില്ല നമുക്ക്, അത് കമ്പൽസറി ആക്കണം. പിന്നെ നമുക്കത് എപ്പോഴും ഒരു പോസിറ്റീവ് മൈൻഡ് ഉണ്ടാവണം. എനിക്ക് ചെയ്യാൻ പറ്റും, ഇത് വലിയൊരു ടാസ്ക്കായിട്ട് നിങ്ങൾ തോന്നരുത്. ഇതെനിക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം തന്നെയാണ്. എല്ലാവർക്കും ചെയ്യാൻ, ബാക്കിയുള്ളവർക്ക് ചെയ്യാമെങ്കിൽ നമുക്ക് ചെയ്യാൻ തന്നെ നമുക്ക് വല്ല കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ലെന്നേ. അന്നേരം നിങ്ങൾ അങ്ങനെയൊന്ന് ചെയ്യാം, മൈൻഡിനെ ഒന്ന് സെറ്റാക്കുക. എനിക്ക് ചെയ്യാൻ പറ്റും, ഞാൻ വണ്ണം കുറയ്ക്കും, അങ്ങനത്തെ ഒരു കൺസെപ്റ്റിലേക്ക് നമ്മുടെ മൈൻഡിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുറേ വ്യത്യാസം ഉണ്ടാവും. ചിലവർക്ക് എന്താ വെച്ചാൽ വെയിറ്റ് ലോസ് കൂടുതലുണ്ടാവില്ല, ഇഞ്ചസ് ലോസ് ആയിരിക്കും. ഇപ്പോൾ എനിക്ക് ഇഞ്ചസ് ലോസാണ്, വെയിറ്റ് ലോസ് അങ്ങനെ വന്നില്ല. അന്നേരം നിങ്ങൾ പാനിക്കാവരുത്. അന്നേരം ഡ്രസ്സ് ഇടുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും എനിക്ക് ലൂസസ് ആയോ ചില ഏരിയാസ്, ബോഡി പാർട്സ്. അന്നേരം നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആവണം. പിന്നെ വർക്കൗട്ട് അത്യാവശ്യം ഒരു ½ എങ്കിലും നമ്മൾ വർക്കൗട്ട് ചെയ്തിരിക്കണം, കമ്പൽസറിയാണ്. അത് എന്തെങ്കിലും പേരില്ല, നിങ്ങൾക്ക് യൂട്യൂബിലുള്ള ഏതെങ്കിലും വീഡിയോസൊക്കെ നിങ്ങൾക്ക് പറ്റണയൊക്കെ ചെയ്യുക. ഓക്കെ, ഒന്നുമില്ലെങ്കിൽ ഒരു പ്ലേസിൽ നിന്നുകൊണ്ടൊന്ന് കാല് പൊക്കി നടക്കുക. വെറുതെ നടക്കുകയല്ല ചെയ്യണം, നന്നായിട്ട് കാല് റേസ് ചെയ്ത് നടക്കുക. അന്നേരം കൈകൾ നന്നായിട്ട് വീശി കൊടുക്കുക. അങ്ങനെയെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങളൊരു 20 മിനിറ്റ്സ് ഒന്ന് ചെയ്യണം. ആദ്യം ഒറ്റയടിക്ക് 20 മിനിറ്റ്സ് ചെയ്യാനല്ല പറയണേ, ആദ്യമേ ഒരു 2 മിനിറ്റ്സ് ഒക്കെ ചെയ്യുക. പിന്നെ കുറച്ചും കൂടെ കഴിഞ്ഞാൽ 5 മിനിറ്റ്സ് ആക്കുക. അങ്ങനെ നിങ്ങൾ
ചെയ്ത് നല്ല വ്യത്യാസം ഉണ്ടാകുന്നത്. ഇത് വലിയൊരു സംഭവമൊന്നുമല്ല, മൈൻഡാണ് മെയിൻ ഇത്. പിന്നെ മറ്റുള്ളവർ കഴിക്കുമ്പോൾ നമുക്ക് കഴിക്കാനുള്ള ഫീൽ ഉണ്ടാവരുത് കേട്ടോ. നമ്മൾ നോക്കണം നമ്മൾ എന്തിനാണ് നമ്മൾ കഴിക്കണേ, എന്താണ് നമ്മൾ കഴിക്കണേ, എന്താണ്. അന്നേരം അവർ നമ്മുടെ പുറകെ വരുമെന്നേ. എൻ്റെ ലൈഫിലുള്ള എക്സ്പീരിയൻസാണ്. എനിക്ക് 2 ആൺമക്കളാണ്. ഹസ്ബൻഡ് അവരെ ഒന്നും ഇഷ്ടമല്ലാതിരുന്ന ഞാൻ ഡയറ്റ് ചെയ്യുമ്പോൾ അവരെന്നെ കളിയാക്കുമായിരുന്നു. ഇപ്പം എൻ്റെ 2 മക്കളും ഡയറ്റ് ചെയ്യുക. ഹസ്ബൻഡ് അത്ര ഫുഡിയൊന്നും അല്ലാത്തതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമ്മൾ ചെയ്ത് നമ്മളിൽ റിസൾട്ട് വരുമ്പോൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഇതിനകത്ത് ജോയിൻ ചെയ്യും. അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ സിമ്പിൾ നമുക്ക് ചെയ്യേണ്ട, എക്സ്പെൻസീവ് ഒന്നുമില്ലാന്നേ. ലീഫി വെജിറ്റബിൾ ചീരയ്ക്ക് എന്നാ വിലയുണ്ട്, പല ടൈപ്പ് ഓഫ് ലീഫി വെജിറ്റബിൾസ് നമുക്ക് വാങ്ങിക്കാം. പൾസസ്, പരിപ്പ്, കടല, പയർ നമുക്ക് വാങ്ങിക്കാം. മുട്ട വാങ്ങിക്കാം. ചിക്കൻ എന്തായാലും നമ്മുടെ വീട്ടിൽ വാങ്ങിച്ചിരിക്കും അല്ലേ. ചോറുണ്ടാവും, ദോശയുണ്ടാവും, ഇഡ്ഡലി ഉണ്ടാവും, റാഗി ഉണ്ടാവും, മില്ലറ്റ്സ് ഉണ്ടാവും, സലാഡ് ഉണ്ടാവും, പച്ചക്കറി എന്തെങ്കിലും കായത്തോരനോ കായ ഉപ്പേരിയോ അങ്ങനെ ബീൻസ് മെഴുക്കുവരട്ടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ പച്ചക്കറിയില്ലേ. ഇതൊക്കെ പോർഷൻ കൺട്രോൾ ചെയ്ത് കഴിച്ചാൽ മാത്രം മതി. നമുക്ക് തന്നെ അറിയാം. പിന്നെ കാർബിൽ കോൺസെൻട്രേഷൻ അധികം കൊടുക്കരുത്. എല്ലാം നമ്മളെ മലയാളികൾ കാർബിലങ്ങ് ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്യും. അത് വേണ്ട. കാർബില്ലാതെ ആവരുത് കേട്ടോ. കാർബ് നമുക്ക് എനർജി തരുന്നതാണ്. ആ കാർബ് ഇല്ലാതെ വരരുത്. കാർബ് അത്യാവശ്യം എടുക്കുകയും ചെയ്യണേ. എപ്പോഴും എടുക്കണമെന്നില്ല. ഇടയ്ക്ക് വൺസിനെ ബ്ലൂ മോൺ ഒരു വീക്ക് ഞാൻ കാർബില്ലാതെയൊക്കെ നിൽക്കാറുണ്ട് കേട്ടോ. പക്ഷേ അന്നേരം വേറെ ഫോമിൽ കാർബ് എടുക്കും. അത് മുട്ട, പിന്നെ പൾസസ്, പരിപ്പ്, കടല, അതിനകത്ത് അത്യാവശ്യം കാർബുണ്ട്. പക്ഷേ എപ്പോഴും അങ്ങനെ തന്നെ ഫോക്കസ് ചെയ്യരുത്. ഇങ്ങനെ കുറച്ച്. പിന്നെ വെള്ളം എസെൻഷ്യലാണ് നമ്മുടെ സ്കിന്ന്, ഹെയർ, ബ്ലഡ് സർക്കുലേഷൻ, ഡൈജഷൻ, ബോഡി ഫങ്ഷൻ എല്ലാത്തിനും വെള്ളമില്ലാത്ത ഒരു പരിപാടിയും നടക്കില്ല. അന്നേരം വെള്ളം നിങ്ങൾ തന്നെ ചിലവരോട് വെള്ളം എത്ര കുടിച്ചു ചേച്ചി, എനിക്ക് തോന്നണേ 3 ഗ്ലാസ് 4 ഗ്ലാസ്. തോന്നലല്ല, ഈ ഗ്ലാസ് എന്ന് പറയുന്ന സാധനം പല സ്ഥലത്തും പലതാണ്. അന്നേരം നിങ്ങൾക്ക് തന്നെ ഒരു ധാരണയാണ് 2 ലിറ്റർ ഞാൻ കുടിച്ചിട്ടുണ്ടോ, 3 ലിറ്റർ കുടിച്ചോ, അതോ 2 ലിറ്ററാണോ കുടിച്ചേ. ഓക്കെ, 2 ലിറ്ററാണ് കുടിച്ചേ, നിങ്ങൾ വിഷമിക്കണ്ട. നാളെ 1 ഗ്ലാസും കൂടെ കൂടുതൽ കുടിക്കുക. അങ്ങനെ നമ്മൾ 2.5 ലിറ്ററെങ്കിലും മിനിമം നമ്മൾ എത്തിയിരിക്കണം വെള്ളം. പിന്നെ ചൂടുള്ള രാജ്യത്താണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ കൂടുതൽ കുടിക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അന്നേരം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നന്നായിട്ട് നല്ല ഇതായിട്ട്. പിന്നെ ആർക്കെങ്കിലും വർക്കൗട്ട് ചെയ്യാൻ താല്പര്യമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.